നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശക്തമായ ഇടിമിന്നലിൽ വ്യാപക നാശം. ചാവക്കാട് മുൻ നഗരസഭാ കൗൺസിലർ അടക്കം 3 പേർക്ക് പരിക്ക്. മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം അയിനിപ്പുള്ളി വീട്ടിൽ മനോജ്, ഭാര്യ 18-ാം വാർഡ് മുൻ കൗൺസിലറായ സ്മൃതി, മകൾ ധ്വനി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒരുമനയൂരിൽ റെസ്റ്റോറന്റ് കത്തി നശിച്ചു. കുന്നംകുളം നഗരമധ്യത്തിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം. യാത്രക്കാർക്ക് പരിക്ക്. ബസ്സുകളിലുണ്ടായിരുന്ന 15ഓളം പേർക്കാണ് പരിക്കേറ്റത്. തൃശൂർ റോഡിൽ ഇന്ന് പുലർച്ചെ 2:30-ഓടെയാണ് അപകടം. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുണ്ടന്നൂർ തെക്കേക്കര പാടത്ത് ജനവാസ മേഖലയ്ക്ക് നടുവിലുള്ള ഒറ്റമുറി കോൺക്രീറ്റ് കെട്ടിടത്തിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന കരിമരുന്ന് ശേഖരം നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നു. ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. കേരളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകമായ പാട്ടബാക്കി വീണ്ടും അരങ്ങിലെത്തിക്കാൻ ഞമനങ്ങാട് തിയേറ്റർ വില്ലേജ്. പുതിയ അവതരണത്തിന് നാടക രൂപമൊരുക്കുന്നത് മെഗാ സീരിയൽ സ്ക്രിപ്റ്റ് റൈറ്റർ പ്രദീപ് ശിവശങ്കർ. 5ാം അവതരണത്തിനായുള്ള നാടക ക്യാമ്പിന്റെ ഉദ്ഘാടനം നാടക സംവിധായകൻ ശശീധരൻ നടുവിൽ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കൊടും ചൂടിൽ സംസ്ഥാനത്തിന് ആശ്വാസമായി വേനൽ മഴയെത്തി. പലയിടത്തും കഴിഞ്ഞ ദിവസങ്ങളിലായി ലഭിച്ച മഴയുടെ തോത് വരും ദിവസങ്ങളിൽ വർദ്ധിക്കുമെന്നാണ് പുതിയ കാലാവസ്ഥാ പ്രവചനം. ഇത് പ്രകാരം 5 ദിവസം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് തൃശൂർ ഉൾപ്പെടെ 7 ജില്ലകളിലാണ് അലർട്ട് ഉള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ ചൂടിൽ ലഭിക്കുന്ന വേനൽ മഴ നാടിനെ കുളിർമയേകുന്ന ആശ്വാസമായി മാറുകയാണെങ്കിലും ഇടിമിന്നലിൽ വ്യാപക നാശമുണ്ടാകുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പുണ്ട്. ശക്തമായ ഇടിമിന്നലിൽ ചാവക്കാട് നഗരസഭ മുൻ കൗൺസിലർ അടക്കം 3 പേർക്ക് പരിക്ക്. മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം അയിനിപ്പുള്ളി വീട്ടിൽ മനോജ്, ഭാര്യ 18-ാം വാർഡ് മുൻ കൗൺസിലറായ സ്മൃതി, മകൾ ധ്വനി എന്നിവർക്കാണ് പരിക്ക്. ഇന്ന് പുലർച്ചെ ഉണ്ടായ ഇടിമിന്നലിൽ മുറിയിലെ മേൽക്കൂര തകർന്ന സിമന്റ് കഷ്ണങ്ങൾ ഇവരുടെ ശരീരത്തിലേക്ക് പതിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈദ്യുതി മീറ്റർ ബോർഡ് പൊട്ടിത്തെറിച്ചു. വീടിന് മുകളിൽ സ്ഥാപിച്ച വാട്ടർ ടാങ്കിലേക്ക് പോയിരുന്ന പൈപ്പുകളും വീടിന്റെ മുകളിലെ വാർപ്പും തകർന്നിട്ടുണ്ട്. സമീപത്തുള്ള വീടിനും കേടുപാടുകൾ സംഭവിച്ചു. ശക്തമായ ഇടിമിന്നലിൽ ഒരുമനയൂരിൽ റെസ്റ്റോറന്റ് കത്തി നശിച്ചു. ഒരുമനയൂർ കഴുത്താക്കലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കായലോരം എന്ന റെസ്റ്റോറന്റാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായ ഇടിമിന്നലിൽ കത്തി നശിച്ചത്. പുലർച്ചെ 3:30-ക്കാണ് സംഭവം. സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് സ്പാർക്ക് അടിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. അപകടത്തിൽ റെസ്റ്റോറന്റ് പൂർണ്ണമായും കത്തി നശിച്ചു. വലിയ ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് റെസ്റ്റോറന്റ് കത്തുന്നത് കണ്ടത്. റെസ്റ്റോറന്റിന്റെ മുകൾ ഭാഗം ഓല കൊണ്ട് മേഞ്ഞതായിരുന്നു. സമീപത്തെ കെട്ടിടത്തിന്റെ ജനൽ ചില്ലകളും തകർന്നിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. വാർഡ് മെമ്പർ നഷയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂരിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി റെസ്റ്റോറന്റ് നടത്തിപ്പുകാർ പറഞ്ഞു. നമ്മള് പുലർച്ചെ 5 മണിക്കാണ് വിളിച്ച് പറയണത്. പിന്നെ ഇത് ഈ പോസ്റ്റില്ല, ഇതൊക്കെ നമുക്ക് കെട്ടാൻ പറഞ്ഞിട്ടുള്ളതാണ് അവരോട്. ഈ ലൈൻ കമ്പിയൊക്കെ അത് കൂട്ടിമുട്ടാണ്ടിരിക്കാനൊക്കെ കെട്ടാണ്ടിരിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ കാറ്റ് വരുമ്പോൾ ഇങ്ങനെ ആടുമ്പോൾ സ്വാഭാവികമായിട്ട് സ്പാർക്ക് വരും. പിന്നെ അവിടെ നിന്നാണ് ആ ലൈനിൽ നിന്ന് ആ പോസ്റ്റിൽ നിന്നാണ് സ്പാർക്ക് വന്നത്. അവിടെ ഒന്നും ഈ കണക്ഷൻ ഇട്ടിട്ടില്ല. അവർക്ക് ഇവിടെ ഇങ്ങനെ കൂട്ടിമുട്ടിക്കാനുള്ളത് ജോയിൻ്റ് ഇട്ടിട്ടില്ല. അവിടെ നിന്ന് വന്നിട്ട് ഫ്രണ്ട് സൈഡാണ് കത്തിയിട്ടുള്ളത്. പിന്നെ ഇത് കിട്ടുമ്പോൾ നമുക്ക് തരിശായിട്ടാണ് കിട്ടിയത്. അത് നമ്മൾ വെച്ച് കെട്ടി ഉണ്ടാക്കിയതാണ്. 10-25 ലക്ഷം റുപ്യ അടുത്തായിട്ടുണ്ട്. ഇങ്ങനെ മെല്ലെ മെല്ലെ ചെയ്ത് മണ്ണടിച്ച് തൂർത്ത് അതുപോലത്തെ ഒരു സ്ഥലമായിരുന്നു ചെളിക്കൊണ്ടിരുന്നു. അപ്പം കെട്ടുണ്ടാക്കിയതാണ്, ഇത് വെച്ചുണ്ടാക്കിയതാണ് കെട്ടി. കുന്നംകുളം നഗരമധ്യത്തിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്ക്. തൃശൂർ റോഡിൽ ഇന്ന് പുലർച്ചെ 2:30-ഓടെയായിരുന്നു അപകടം. ബസ്സുകൾ ഉണ്ടായിരുന്ന 15ഓളം പേർക്കാണ് പരിക്കേറ്റത്. പട്ടാമ്പി ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് പോകുകയായിരുന്ന KSRTC ബസ്സും തൃശൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്ന മറ്റൊരു KSRTC ബസ്സുമാണ് കുന്നംകുളം ഒനീറോ ജംഗ്ഷനിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്.
തൃശൂർ ഭാഗത്തു നിന്നും വന്ന ബസ് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിർദിശയിൽ നിന്നും വന്ന ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരു ബസ്സുകളുടെയും മുൻഭാഗം ഭാഗികമായി തകർന്നു. കുന്നംകുളം, നന്മ, ട്രാഫിക്, അർബൻ ബാങ്ക് എന്നീ സംഘടനകളുടെ ആംബുലൻസുകൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. 15 പേരെയും ഉടൻ തന്നെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പുലർച്ചെയായതിനാൽ റോഡിൽ മറ്റു വാഹനങ്ങൾ കുറവായത് അപകട സാധ്യത ഒഴിവാക്കി. കുന്നംകുളം പോലീസ് സംഭവത്തിൽ കേസെടുത്തു. ടാർ മിക്സിംഗ് പ്ലാന്റിന്റെ പ്രവർത്തനം തടഞ്ഞ BJP പ്രവർത്തകർ. പോർക്കുളം പഞ്ചായത്തിലെ പാറേമ്പാടം മഗതിയൂർ റോഡ് ടെൻഡർ ഏറ്റെടുത്ത് 2 വർഷത്തിലധികമായിട്ടും പണി തുടങ്ങാത്തതിനെ തുടർന്ന് കരാറുകാരന്റെ കല്ലഴിക്കുന്നിലെ ടാർ മിക്സിംഗ് പ്ലാന്റിന്റെ പ്രവർത്തനമാണ് BJP പോർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ തടഞ്ഞത്. കരാറുകാരനെ വിളിച്ചു വരുത്തി മെയ് 4-ാം തീയതി പണി തുടങ്ങുമെന്ന ഉറപ്പിന്മേൽ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചു. BJP കുന്നംകുളം നിയോജക മണ്ഡലം ട്രഷറർ വിഗീഷ്, പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷൻ വിനോദ് കുമാർ, സദാനന്ദൻ, സോമൻ അക്കിക്കാവ്, സുജിത് അഗതിയൂർ, സുധീർ പോർക്കുളം തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെടുന്ന എരുവപ്പെട്ടി പഞ്ചായത്തിലെ കുണ്ടന്നൂർ തെക്കേക്കര പാടത്ത് ജനവാസ മേഖലയ്ക്ക് നടുവിലുള്ള ഒറ്റമുറി കോൺക്രീറ്റ് കെട്ടിടത്തിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന കരിമരുന്ന് ശേഖരം നാട്ടുകാരുടെ ഉറക്കം കെടുത്തുകയാണ്. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത വെടിക്കോപ്പുകളാണ് യാതൊരു സുരക്ഷാ മുൻകരുതലുമില്ലാതെ കുണ്ടന്നൂർ പാടശേഖരത്തിലുള്ള ഒറ്റമുറി കെട്ടിടത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. കടുത്ത വേനൽ ചൂടിൽ പാടത്തിന് നടുവിലെ ഈ കെട്ടിടം ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലാണ്. ഇതിനുള്ളിൽ എത്രത്തോളം വീര്യമുള്ള സ്ഫോടക വസ്തുക്കളാണ് ഉള്ളതെന്ന് നാട്ടുകാർക്കോ അധികൃതർക്കോ വ്യക്തമായ ധാരണയില്ല. 100 മീറ്ററിനുള്ളിൽ സ്കൂളും പള്ളിയും 70 മീറ്റർ ചുറ്റളവിൽ നിരവധി വീടുകളും സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇപ്പോൾ വലിയൊരു ഭീതിയിലാണ്. അടുത്തിടെ മുണ്ടത്തിക്കോടുണ്ടായ വെടിക്കെട്ടപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കുണ്ടന്നൂർ നിവാസികളുടെ ആശങ്ക ഇരട്ടിയായിരിക്കുകയാണ്. മുമ്പ് കുണ്ടന്നൂർ പാടശേഖരത്തിലുണ്ടായിരുന്ന വെടിക്കെട്ട് ശാല പൊട്ടിത്തെറിച്ച് ഒരു തൊഴിലാളി മരിക്കുകയും മേഖലയിലെ വീടുകൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും വൻതോതിൽ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ ജനലകളും വാതിലുകളും എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് തകിടുപൊടിയായി. പള്ളിയുടെ ഷീറ്റ് മേഞ്ഞത് കംപ്ലീറ്റ് തരിപ്പണായി. സ്കൂളിൻ്റെ ജനാലകളും മുഴുവൻ തകർന്നു. എന്നിട്ടും അവർ ഈ റെയ്ഡ് ചെയ്ത് ഇയാളുടെ സാധനങ്ങൾ അനധികൃതമായി സൂക്ഷിച്ച മരുന്നുകളെല്ലാം റെയ്ഡ് ചെയ്ത് പിടിച്ചു കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നിട്ട് വീണ്ടും ആ വെടിക്കെട്ട് പെരയാലാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഈ ദുരന്തത്തിന്റെ നടുക്കം മാറാത്ത നാട്ടുകാർക്ക് മുന്നിലാണ് അധികൃതർ കരിമരുന്നു ശേഖരം മാറ്റാതെ ഇട്ടിരിക്കുന്നത്. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് ഈ കരിമരുന്നു ശേഖരം എത്രയും വേഗം ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അയാൾ എന്ത് വേണേലും ചെയ്തോട്ടെ, നമ്മുടെ ജനസാന്ദ്രത കൂടിയ സ്ഥലത്തുനിന്ന് ഈ സാധനം കൊടുത്ത് മാറ്റം ഞങ്ങൾക്കിത് പേടിച്ചിട്ടായിരിക്കണം. നിർവീര്യാക്കി വെച്ച സാധനമാണ് വടക്കേ മലബാറിൽ എവിടെയോ പൊട്ടിത്തെറിച്ചത്, മണ്ണിൻ്റെ അടിയിലിട്ട് കിടന്നത്. ഇത് എപ്പോഴാണ് പൊട്ടിത്തെറിക്കാന്ന് പറയാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഈ സാധനം ഇവിടുന്ന് മാറ്റും വേണം. ആ കെട്ടിടം ഇവിടുന്ന് പൊളിച്ച് മാറ്റും വേണം. കൃഷിപ്പാടത്തിൻ്റെ നടുക്കലാണ് നിൽക്കണം. ഈ കൃഷിപ്പാടം എന്ന് പറയുമ്പോൾ ഒരു ഓരം ചേർത്തിട്ടുള്ള കൃഷിയാണ്. ഒരു 10 വറ കണ്ടത്തിന് വീതിയുള്ളൂ. ഗുരുവായൂർ പാലുവായിൽ റോഡരികിൽ മുള്ളൻ പന്നിയെ വാഹനമിടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തി. പുലർച്ചെയായിരുന്നു സംഭവം. പ്രദേശത്ത് മുള്ളൻ പന്നികളുടെ ശല്യം വർദ്ധിച്ചു വരുന്നതായി നാട്ടുകാർ പറയുന്നു. സമീപകാലങ്ങളായി വന്യജീവികൾ മനുഷ്യവാസ മേഖലകളിലേക്ക് വ്യാപകമായി കടന്നു വരുന്നതും ആശങ്കയുണർത്തുന്നതായി നാട്ടുകാർ പറഞ്ഞു. വന്യജീവികളെ സംരക്ഷിക്കുകയും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുവാനായി ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് 10ാം വാർഡ് കൗൺസിലർ മെഹറൂഫ് ആവശ്യപ്പെട്ടു. എരുമപ്പെട്ടി കടങ്ങോട് വെസ്റ്റ് ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ SKSBVയുടെ നേതൃത്വത്തിൽ കരുതി വെക്കാം ജീവന്റെ തുള്ളികൾ നാളേക്കായി എന്ന പ്രമേയത്തിൽ നടക്കുന്ന ജലസംരക്ഷണ ക്യാമ്പയിന്റെ മദ്രസാതല ഉദ്ഘാടനം നടന്നു. കടങ്ങോട് വെസ്റ്റ് മുക്കിലപീടികയിൽ നടന്ന ചടങ്ങ് മഹല്ല ഖത്തീബ് ബഷീർ സക്കാഫി ഉദ്ഘാടനം ചെയ്തു. മഹല്ല ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് KS സലാം അധ്യക്ഷനായി. SKSBV റേഞ്ച് കൺവീനർ യഹിയ ഫൈസി മുഖ്യാതിഥിയായി. KB മുഹമ്മദ് കുട്ടി, NA അബൂബക്കർ, VM അബൂബക്കർ, NA മുഹമ്മദ് അലി, മുഹമ്മദ് ഹക്കീം എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് അനധികൃത മദ്യവിൽപ്പന നടത്തിയ പ്രതിയെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ചങ്ങരംകുളം നന്നമുക്ക് സ്വദേശി കൊട്ടിലവളപ്പിൽ സുജീഷിനെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഇൻസ്പെക്ടർ വിനോദ് വലിയാറ്റൂരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 4 ലിറ്റർ മദ്യവും 5300 രൂപയും മദ്യവിൽപ്പനയ്ക്കായി ഉപയോഗിച്ച് ഇരുന്ന സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
പാട്ടബാക്കി നാടകം വീണ്ടും അരങ്ങിലെത്തിക്കാൻ ഞമനങ്ങാട് തിയേറ്റർ വില്ലേജ്. കേരളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകമായ പാട്ടബാക്കി ഞമനങ്ങാട് തിയേറ്റർ വില്ലേജ് ഇതിനകം 4 തവണ അരങ്ങിലെത്തിച്ചിട്ടുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് കെ ദാമോദരൻ രചന നടത്തിയ നാടകം എഴുത്തുകാരായ കെ ഗിരീഷ് കുമാർ, കരിവെള്ളൂർ മുരളി, ഇന്ദ്രൻ മച്ചാട് എന്നിവർ പുതിയ കാലത്തിലേക്ക് മാറ്റിയെഴുതുകയുണ്ടായി. എന്നാൽ 5ാം അവതരണത്തിന് നാടകരൂപമൊരുക്കുന്നത് മെഗാ സീരിയൽ സ്ക്രിപ്റ്റ് റൈറ്റർ പ്രദീപ് ശിവശങ്കറാണ്. ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് രക്ഷാധികാരി ഉണ്ണിയാശാന്റെ വീട്ടുമുറ്റത്ത് നടന്ന ചടങ്ങിൽ നാടക സംവിധായകൻ ശശിധരൻ നടുവിൽ 5ാം അവതരണത്തിനായുള്ള നാടക ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തിയേറ്റർ വില്ലേജ് ചെയർമാൻ രാജൻ പുഷ്പാഞ്ജലി അധ്യക്ഷനായി. പാട്ടബാക്കി നാടകത്തിന്റെ പ്രസക്തി വർത്തമാനകാലത്ത് എന്ന വിഷയത്തിൽ നാടക സംവിധായകനും തിരക്കഥാകൃത്തുമായ TV ബാലകൃഷ്ണൻ സംസാരിച്ചു. അമേരിക്കൻ മലയാളി എഴുത്തുകാരനായ അബ്ദുൾ പുന്നേർകുളം ഗ്രാമീണ നാടകവേദിയിൽ ഞമ്മനേങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ ക്രിയാത്മകമായ ഇടപെടലിനെക്കുറിച്ച് സംസാരിച്ചു. മേരി ജേക്കബ് കോട്ടപ്പടി പാട്ടബാക്കി നാടകത്തിന്റെ 5ാം അവതരണത്തിലെ അഭിനേതാക്കളെ പരിചയപ്പെടുത്തി. രാകേഷ് ബാബു, സത്യൻ കണ്ടാണിശ്ശേരി, ശാന്ത ബാബു, ദേവ് ചരൺ, തിയേറ്റർ വില്ലേജ് ഭാരവാഹികളായ പ്രദീപ് നാരായണൻ, സുനിൽ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പാട്ടബാക്കി നാടകം മെയ് മാസം അവസാന വാരത്തിൽ വേദിയിലെത്തും. പന്നിത്തടത്ത് വാഹനാപകടം 4 പേർക്ക് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിലിടിച്ചാണ് അപകടമുണ്ടായത്. തൃത്താലയിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിന്റെ സാങ്കേതിക തകരാറുകളെ തുടർന്ന് സ്റ്റിയറിംഗ് ജാമായതോടെ വാഹനം നിയന്ത്രണം വിട്ട് മുന്നിലുണ്ടായിരുന്ന കാറിലിടിക്കുകയായിരുന്നു. തൃത്താല കുമ്പിടി സ്വദേശികളായ അനസ്, ഖദീജ, ഷിബിൽ, ആസിയ എന്നിവർക്കാണ് പരിക്ക്. ഇവരെ പന്നിത്തടം മിനി മെമ്മോറിയൽ യൂത്ത് വോയ്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ തലയ്ക്ക് സാരമായി പരിക്കേറ്റ അനസിന് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും വാരിയലിന് പരിക്കേറ്റ ഖദീജയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. അപകടത്തെ തുടർന്ന് മേഖലയിൽ അല്പനേരം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിനിടയാക്കിയ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. ജന്മനാ വൃക്കരോഗബാധിതനായ 5 വയസ്സുകാരൻ അഭിഷേക് സുമനസ്സുകളുടെ സഹായം തേടുന്നു. കുട്ടിയുടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി തുക കണ്ടെത്താൻ നാടൊന്നാകെ കൈകോർക്കുകയാണ്. ആമക്കാവ് നമ്മിണിപ്പറമ്പിൽ ഭഗവതിപ്പറമ്പിൽ വീട്ടിൽ BP സുരേഷ് വിദ്യാദമ്പതികളുടെ 5 വയസ്സുള്ള മകൻ അഭിഷേകാണ് സുമനസ്സുകളുടെ കാരുണ്യത്തിനായി കാത്തുകഴിയുന്നത്. ജന്മനാൽ വൃക്കരോഗം ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലും കൊച്ചി അമൃത ആശുപത്രിയിലും ചികിത്സയിലാണ്. ഗുരുതരമായ ആരോഗ്യപ്രശ്നമുള്ള അഭിഷേക് ദിവസേനയുള്ള ഡയാലിസിസിലൂടെയാണ് ജീവൻ നിലനിർത്തുന്നത്. നിലവിലുള്ള രോഗാവസ്ഥയിൽ നിന്ന് മോചനം നേടണമെങ്കിൽ വൃക്ക മാറ്റിവെക്കുക മാത്രമാണ് പോംവഴിയെന്നാണ് വിദഗ്ധ ഡോക്ടർമാർ ഉപദേശിച്ചിട്ടുള്ളത്. വൃക്ക മാറ്റിവെക്കലിനും തുടർ ചികിത്സയ്ക്കും ഭാരിച്ച തുക ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിർധന കുടുംബത്തിൽപ്പെട്ട ചുമട്ടുതൊഴിലാളിയായ അച്ഛൻ സുരേഷിനും തൊഴിൽ രഹിതയായ അമ്മ വിദ്യയ്ക്കും ഭാരിച്ച ചികിത്സാ ചെലവ് സ്വന്തം നിലയിൽ കണ്ടെത്തുക എന്നത് തീർത്തും പ്രയാസകരമാണ്. ഇവരുടെ മൂത്ത മകൻ ആഘോഷ് കഴിഞ്ഞ വർഷം കിണറ്റിൽ വീണ് മരണപ്പെടുകയുണ്ടായി. തകർന്ന ഹൃദയവുമായി ജീവിക്കുന്ന ഇവർക്ക് ആകെയുള്ള ആശ്വാസവും പ്രതീക്ഷയും ഇളയ മകനായ അഭിഷേക് മാത്രമാണ്. ഈ കുരുന്നുജീവൻ രക്ഷിക്കുന്നതിന് ഒരു നാടാകെ കൈകോർക്കുകയാണ്. അഭിഷേകിൻ്റെ ചികിത്സാ സഹായ ഫണ്ട് ശേഖരിക്കുന്നതിന് നമ്മിണിപ്പറമ്പ് അഭിഷേക് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. കേരള ഗ്രാമീൺ ബാങ്ക് പെരിങ്ങോട് ശാഖയിൽ സമിതിയുടെ ചെയർപേഴ്സൺ നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ TV നിഷ, കൺവീനർ AM രാജൻ, ട്രഷറർ D രാജപ്പൻ എന്നിവരുടെ കൂട്ടായ പേരിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ഉദാരമതികളായ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും കാരുണ്യം കാത്തുകഴിയുന്ന അഭിഷേകിൻ്റെ കുടുംബത്തിന് പ്രാർത്ഥനയുമായി നാട്ടുകാരും ഒപ്പമുണ്ട്. തൃത്താല നാഗലശ്ശേരിയിലെ ഒരു 5 വയസ്സ് മാത്രം പ്രായമുള്ള അഭിഷേക് ഇന്ന് എല്ലാ ദിവസവും ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. 5 വയസ്സുള്ളൊരു കുട്ടി ജീവൻ നിലനിർത്താൻ എല്ലാ ദിവസവും ഡയാലിസിസിന് വിധേയനാവേണ്ടി വരുന്നു എന്നത് എത്ര വേദന ഉളവാക്കുന്ന കാര്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും ഊഹിക്കാമല്ലോ. ഡോക്ടർമാർ പറയുന്നത് വൃക്ക മാറ്റിവെക്കൽ മാത്രമാണ് ഇനിയുള്ള പോംവഴി എന്നാണ്. കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് അഭിഷേക് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് വൃക്ക മാറ്റിവെക്കലിൻ്റെ വലിയ ഭീമമായ ചെലവ് താങ്ങാനാവുകയില്ല. നാട്ടുകാരെല്ലാവരും കൂടി ആ തുക സമാഹരിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. നാഗലശ്ശേരി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ നിഷയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഇതിന് രൂപീകരിച്ച് ഇതിനായി പ്രവർത്തിച്ചു വരുന്നു.
എല്ലാ സുമനസ്സുകളും ഈ ഉദ്യമത്തിന് സഹായിക്കണമെന്ന്, കഴിയാവുന്നത്ര പിന്തുണയും സഹായവും നൽകണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പുരോഗമന കേരളത്തെ ജാതി വർണ്ണ വിവേചനത്താൽ മലീമസമാക്കരുത് എന്ന മുദ്രാവാക്യമുയർത്തി PKS ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എരുമപ്പെട്ടി മങ്ങാട് സെന്ററിൽ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. PKS ജില്ലാ കമ്മിറ്റി അംഗവും CPM ഏരിയ സെക്രട്ടറിയുമായ ഡോക്ടർ KD ബാഹുലയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PKS ഏരിയ പ്രസിഡന്റ് PA ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി NK പ്രമോദ് കുമാർ, CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി, PKS ഏരിയ ട്രഷറർ CK ബൈജു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സുമന സുഗതൻ, VS സുരേഷ്, PKS എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി NK സുഭാഷ് എന്നിവർ സംസാരിച്ചു. പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനും പ്രതിഷ്ഠാദിന മഹോത്സവത്തിനും ഞായറാഴ്ച തുടക്കമാകും. മെയ് 9-ാം തീയതിയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം. ഞായറാഴ്ച വൈകിട്ട് 6-ന് യജ്ഞമണ്ഡപത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം കൊടിക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായി യജ്ഞവേദിയിൽ എത്തിക്കുന്നതോടെ 7 ദിവസങ്ങളിലായി നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമാകും. ഭാഗവതാചാര്യൻ ശ്രീ ഗുരു ആരപ്പദാസൻ വിജു ഗോപാലകൃഷ്ണനാണ് യജ്ഞാചാര്യൻ. ദിവസവും രാവിലെ 5 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഗണപതി ഹോമം, നാമജപ പ്രദക്ഷിണം, ഭാഗവത പാരായണം, ഭക്തി പ്രഭാഷണം, അന്നദാനം, വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കലാപരിപാടികളും നടക്കും. പ്രതിഷ്ഠാദിനത്തിൽ ക്ഷേത്രത്തിൽ തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം, തന്ത്രി പൂജ, വിശേഷാൽ വഴിപാടുകളും ഉണ്ടാകും. ഉച്ചയ്ക്ക് അന്നദാനവും വൈകിട്ട് കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. 20ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനും പ്രതിഷ്ഠാദിന മഹോത്സവത്തിനും ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകും. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. രാവിലെ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് അഞ്ചേരി സെന്റ് മേരീസ് പള്ളി പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ പ്രകാശ് പുത്തൂർ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര സഹകാർമ്മികനായി. 100 വിശ്വാസികൾ പങ്കെടുത്ത പ്രസുതേന്തി വാഴ്ചയ്ക്ക് ശേഷം വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചു വെച്ചു. തുടർന്ന് കുടുംബ കൂട്ടായ്മകളിലേക്ക് അമ്പും വളയും ആശീർവദിച്ചു നൽകി. കൈക്കാരന്മാരായ ജോയ് ചെറുവത്തൂർ, ജോസഫ് വടക്കേത്തല, ജോഷി നീലങ്കാവിൽ, തിരുനാൾ ജനറൽ കൺവീനർ ലോറൻസ് നീലങ്കാവിൽ, ജോയിന്റ് കൺവീനർമാരായ ജോർജ് പോൾ നീലങ്കാവിൽ, TK ജോഷി മോഹൻ, സെബു തരകൻ, ചീരൻ ലാൻസൺ, വെല്ലറ ജോസ് എന്നിവർ നേതൃത്വം നൽകി. തിരുനാളാഘോഷം ഞായറാഴ്ച CCTV പ്രാദേശിക ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. പാചകവാതക വില വർധനയ്ക്കെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഗുരുവായൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി. പടിഞ്ഞാറ് നടയിൽ കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ KHRA സംസ്ഥാന കമ്മിറ്റി അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ യൂണിറ്റ് പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. NK രാമകൃഷ്ണൻ, KP സുന്ദരൻ, OK നാരായണൻ നായർ, RA ഷാഫി, MM സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭ അങ്കമാലി, കൊച്ചി ഭദ്രാസന ബാലസമാജങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പൈതൃകം തേടി എന്ന പഠനയാത്രയുടെ ഭാഗമായി അംഗങ്ങൾ ചരിത്ര പ്രസിദ്ധമായ ചിറളയം സെന്റ് ലാസറസ് ഓർത്തഡോക്സ് പള്ളി സന്ദർശിച്ചു. കുന്നംകുളത്തെയും പരിസര പ്രദേശങ്ങളിലെയും ചരിത്ര പ്രാധാന്യമുള്ള ദേവാലയങ്ങൾ പരിചയപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് സന്ദർശനം നടത്തിയത്. 100ഓളം ബാലസമാജം അംഗങ്ങളാണ് സംഘത്തിലുണ്ടായിരുന്നത്. പള്ളി വികാരി ഫാദർ സ്റ്റീഫൻ ജോർജ്, ട്രസ്റ്റി KV റെജി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഡെന്നിസ് മങ്ങാട്, CJ റോജോ എന്നിവർ ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു. പള്ളിയുടെ ചരിത്രപരമായ പ്രത്യേകതകളെക്കുറിച്ച് വികാരി ഫാദർ സ്റ്റീഫൻ ജോർജ് വിശദീകരിച്ചു. പള്ളി ചരിത്രം രേഖപ്പെടുത്തിയ ലഘുലേഖകൾ കുട്ടികൾക്ക് നൽകി. ബാലസമാജം ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ ബിനിൽ വർഗീസ്, ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രസാദ് ചീരൻ, ട്രസ്റ്റി KV റെജി, ഭദ്രാസന കൗൺസിൽ അംഗം ഫാദർ KK വർഗീസ്, ഫാദർ എൽദോ, ഡോക്ടർ പ്രസാദ് ചീരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അവധിക്കാലം ആഘോഷിക്കാൻ പഞ്ചായത്തിൽ ആകമാനം പന്തുകൾ. പന്തുവണ്ടിയുമായി കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും സജീവം. അവധിക്കാലം ആഘോഷിക്കുന്ന പഞ്ചായത്തിലെ കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാൻ പഞ്ചായത്തിലെ 100ഓളം വരുന്ന ക്ലബ്ബുകളിലെ ഫുട്ബോൾ പ്രേമികൾക്ക് 100 ഫുട്ബോളുകൾ നൽകുന്ന ചടങ്ങിന്റെ ഭാഗമായി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ പന്തുവണ്ടിയുടെ ഉദ്ഘാടനം കാട്ടകാമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് ജനപ്രതിനിധികളായ NK ചന്ദ്രാവതി, സന്തോഷ് കൊളത്തേരി, CT ഷാജു, ജിൻസി സജു,
മോനിഷ രജീഷ്, അഞ്ജു സുധീഷ്, PM അലി, സ്വപ്ന പ്രിൻസ്, സന്ധ്യ ഷിബു എന്നിവർ വിവിധ വാർഡുകളിൽ പന്ത് വിതരണത്തിന് നേതൃത്വം നൽകി. പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും എത്തുന്ന പന്തുവണ്ടിയിൽ നിന്നും വാർഡുകളിലെ വിവിധ ടീമുകൾക്കാണ് പന്തുകൾ നൽകുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട 100ഓളം ക്ലബ്ബുകളിലൂടെ 1000-ലധികം വരുന്ന കുട്ടികൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ പറഞ്ഞു. പഞ്ചായത്തിനകത്തുള്ള സ്പോൺസർമാരെ കണ്ടെത്തിയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തതെന്നും ആദ്യമായാണ് അവധിക്കാലത്ത് ഒരു പഞ്ചായത്ത് ഭരണസമിതി മുൻകൈയെടുത്ത് ഇത്രയധികം പന്തുകൾ വിതരണം ചെയ്യാൻ മുന്നോട്ട് വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട് കൂട്ടായ്മ കുടുംബസംഗമവും സമാദരണ സദസ്സും സംഘടിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് KT ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ മുഖ്യാതിഥിയായി. ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ, സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി ഹരിനാരായണൻ, മാധ്യമപ്രവർത്തകരായ VP ഉണ്ണികൃഷ്ണൻ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ജയശ്രീ രവികുമാർ, കലാപ്രതിഭ സിന്ധു ചാത്തനാത്ത് എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, കൂട്ടായ്മ സെക്രട്ടറി അനിൽ കല്ലാറ്റ്, കോർഡിനേറ്റർ രവി ചങ്കത്ത്, PRO ബാലൻ വാർനാട്ട്, ശശി കോനോടത്ത്, നിർമ്മല നായിക്കത്ത്, മുരളി അകമ്പടി തുടങ്ങിയവർ സംസാരിച്ചു. പെങ്ങാമുക്ക് ബ്രദറൻ സഭയുടെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന വെക്കേഷൻ ബൈബിൾ സ്കൂൾ സമാപിച്ചു. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയായിരുന്നു VBS. രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ പെങ്ങാമുക്ക് ബ്രദറൻ സഭാ ഹാളിലായിരുന്നു വെക്കേഷൻ ബൈബിൾ സ്കൂൾ സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച രാവിലെ 9-ന് ബ്രദർ KC ജോയ്മോൻ ഉദ്ഘാടനം ചെയ്ത അവധിക്കാല ബൈബിൾ ക്ലാസിൽ ബ്രദർ CI ബേബി, എബ്രഹാം ബേബി, ഹെബി, KC ജോയ് എന്നിവരാണ് വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയത്. സമാപന യോഗത്തിൽ CI ബേബി അധ്യക്ഷനായി. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കുമായി സ്കൂൾ ബാഗ്, കുട എന്നിവ സമ്മാനമായി വിതരണം ചെയ്തു. വിവിധ മത്സര വിജയികൾക്കും വിവിധ സേവനം അനുഷ്ഠിച്ചവർക്കും സൈമൺ സണ്ണി, ടോണി PS, ജോസ് മാസ്റ്റർ, സാം വെമ്പുഴ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. KC ജോയ് സ്വാഗതവും KV ഹെബി നന്ദിയും പറഞ്ഞു. CC സാം പ്രാരംഭ പ്രാർത്ഥനയും KC ജോയ്മോൻ സമാപന പ്രാർത്ഥനയും നടത്തി. മുഖ്യാതിഥിയും ക്യാമ്പ് കോർഡിനേറ്ററുമായ സാം വെമ്പുഴ സന്ദേശം നൽകി. കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ സമാപന യോഗത്തിന് മാറ്റിയേകി. 4 വയസ്സ് മുതൽ 17 വയസ്സുവരെയുള്ള 73 കുട്ടികളാണ് VBSൽ പങ്കെടുത്തത്. 4 ഗ്രൂപ്പായി തരംതിരിച്ച് നടത്തിയ ക്ലാസുകൾക്ക് 15ഓളം വേദ അധ്യാപകർ നേതൃത്വം നൽകി. സംഗീത പഠനം, മിഷണറി സ്റ്റോറി, വേദപഠനം, ഗെയിംസ്, കളറിംഗ് മത്സരം എന്നിവ ആകർഷകമായി സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. വേലൂർ 9-ാം വാർഡ് വെങ്കലശ്ശേരിയിൽ വീട്ടിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. ഒലക്കെങ്കിൽ ആനമുട്ടി ഷീല ബെനഡിക്റ്റിന്റെ വീടിന്റെ അടുക്കള ഭാഗത്തുള്ള ചായ്പിലാണ് പാമ്പിനെ കണ്ടത്. നായ കുരയ്ക്കുന്നത് കേട്ട് വീട്ടുകാർ നോക്കിയപ്പോഴാണ് പാമ്പിനെ കണ്ടത്. വാർഡ് മെമ്പർ ബദുൽ സൈമന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ഫോറസ്റ്റ് റെസ്ക്യൂ ഫോഴ്സ് അംഗം അഷ്റഫ് പഴവൂർ പാമ്പിനെ പിടികൂടി വനം വകുപ്പിന് കൈമാറി. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ്സ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷം ഭക്തി നിർഭരമായി. വിശുദ്ധ യൗസേപിതാവിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. 3 ദിവസങ്ങളിലായാണ് തിരുനാൾ ആഘോഷിച്ചത്. തിരുനാൾ തലേദിനത്തിൽ രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, അമ്പവള കിരീടം വെഞ്ചിരിപ്പ്, വൈകിട്ട് 6:30-ന് വേസ്പര, പ്രസിദ്ധേന്തി വാഴ്ച, കൂട് തുറക്കൽ ശുശ്രൂഷ തുടങ്ങിയ തിരുകർമ്മങ്ങളുണ്ടായി. തിരുനാൾ ദിനത്തിൽ രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാന, തുടർന്ന് 10-ന് നടന്ന ആഘോഷപൂർവമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജോമോൻ ഇമ്മട്ടി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ തോമസ് പൂപ്പാടി തിരുനാൾ വചന സന്ദേശം നൽകി. ഫാദർ പ്രിൻസ് പിണ്ടിയാൻ സഹകാർമ്മികനായി. വൈകിട്ട് 4:30-ന് വിശുദ്ധ കുർബാന, തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ പ്രദക്ഷിണവും ഫാൻസി വെടിക്കെട്ട്, തൃശൂർ 7 ബീറ്റ്സിന്റെ ഗാനമേള എന്നിവ ഉണ്ടായി. തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് ഇടവക വികാരി ജോയ് ചിറ്റിലപ്പള്ളി, കൈക്കാരന്മാരായ ആളൂർ വർഗീസ് ബാബു, മുരിങ്ങത്തേരി ലാസർ സണ്ണി, മുരിങ്ങത്തേരി ലാസർ ലിയോൺ, ജനറൽ കൺവീനർ മുരിങ്ങത്തേരി ഫ്രാൻസിസ് ഡേവിഡ് തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി INTUC യൂണിയന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. പൊതുയോഗം യൂണിറ്റ് പ്രസിഡന്റ് TK ദേവസി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PS സുനീഷ് അധ്യക്ഷത വഹിച്ചു. 4.5 പതിറ്റാണ്ടായി തൊഴിലാളികളുടെ നേതാവായി പ്രവർത്തിക്കുന്ന എരുമപ്പെട്ടിയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് TK ദേവസിയുടെ 90ാമത് ജന്മദിനാഘോഷവും ചടങ്ങിൽ നടന്നു. ജനറൽ സെക്രട്ടറി MC ഐജു, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM നിഷാദ്, INTUC മണ്ഡലം പ്രസിഡന്റ് സുന്ദരൻ ചിറ്റണ്ട, MM സിറാജ്, KV രാജീവ്, TM വിൻസെന്റ്, NM ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് TK ദേവസി, വൈസ് പ്രസിഡന്റ് PS സുനീഷ്, ജനറൽ സെക്രട്ടറി MC ഐജു, ജോയിന്റ് സെക്രട്ടറി MM സിറാജ്, യൂണിറ്റ് ലീഡർമാർ OK വിനോദ്, ET ഫിലിപ്പ്,
MS ബഷീർ എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു. വെള്ളത്തേരി ക്ലബ്ബ് 48 ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഖില കേരള ഫൈവ്സ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് KM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ, വാർഡ് മെമ്പർ PA അശോകൻ, അക്ബർ അലി, ബേബി സദാനന്ദൻ, അഷ്റഫ്, ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് സിനാൻ, സെക്രട്ടറി നിവേദ് കൃഷ്ണ, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ടൂർണമെന്റ് നടത്തിയത്. വാണിജ്യ പാചകവാതകത്തിന്റെ വില കുത്തനെ ഉയർത്തിയതിൽ പ്രതിഷേധിച്ച് കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മരത്തങ്കോട് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യവുമായി നടത്തിയ ധർണ DCC സെക്രട്ടറി VK രഘുസ്വാമി ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷറഫ് പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. VY മുഹമ്മദ് അലി, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് വിജയകുമാർ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി TK സുബ്രഹ്മണ്യൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷൈനി ടീച്ചർ, മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ പെൻചാക്ക് സിലാറ്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 9ാമത് ജില്ലാ പെൻചാക്ക് സിലാറ്റ് ചാമ്പ്യൻഷിപ്പ് ആവേശകരമായി സമാപിച്ചു. മെയ് 1 കുന്നംകുളത്തെ IDKY മാർഷ്യൽ ആർട്സ് അക്കാദമിയിൽ വെച്ചായിരുന്നു മത്സരങ്ങൾ നടത്തിയത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത ക്ലബ്ബുകളെ പ്രതിനിധീകരിച്ച് 100ഓളം വിദ്യാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ തങ്ങളുടെ കരുത്ത് തെളിയിച്ചു. കുട്ടികൾക്കും യുവാക്കൾക്കുമായി വിവിധ വിഭാഗങ്ങളായിട്ടാണ് മത്സരങ്ങൾ ക്രമീകരിച്ചത്. IDKY മാർഷ്യൽ ആർട്സ് അക്കാദമിയിൽ നടന്ന മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിജയികളായവർക്ക് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ മെഡലുകളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു. വിവിധ വിഭാഗങ്ങളിൽ വിജയികളായവർ സംസ്ഥാനതല മത്സരങ്ങളിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും. ചടങ്ങിൽ അസോസിയേഷൻ ഭാരവാഹികളും കായിക പരിശീലകരും രക്ഷിതാക്കളും സംബന്ധിച്ചു. വേനൽ ചൂടിൽ വഴിയാത്രികർക്ക് കുടിനീരുമായി DYFI കണ്ടാണശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ടാണശ്ശേരി സെന്ററിൽ ദാഹജല പന്തൽ ഒരുക്കിയാണ് യാത്രികർക്ക് കുടിനീർ വിതരണം ആരംഭിച്ചത്. പന്തലിന്റെ ഉദ്ഘാടനം കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് നിർവഹിച്ചു. മേഖലാ ജോയിന്റ് സെക്രട്ടറി കീർത്തി സജീഷ് അധ്യക്ഷയായി. CPM കണ്ടാണശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗം MN സജീവൻ, DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് ട്രഷറർ ഗോപകുമാർ, കണ്ടാണശ്ശേരി മേഖലാ പ്രസിഡന്റ് VA അരുൺ, മേഖലാ ട്രഷറർ റനീഷ് രാഗേഷ് എന്നിവർ സംസാരിച്ചു. കാട്ടകമ്പാൽ സർവീസ് സഹകരണ ബാങ്കിൽ 39 വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന MS മണികണ്ഠനെ പ്രശസ്തമായ കാട്ടകമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് കാളിവേഷം കെട്ടുന്ന കല്ലാട്ട് മണികണ്ഠൻ ആദരിച്ചു. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി K ദിവ്യയും സംബന്ധിച്ചു. 25 വർഷം കാട്ടകമ്പാൽ പഞ്ചായത്തിൽ ജനപ്രതിനിധിയായിരുന്നു MS മണികണ്ഠൻ. പൊതുപ്രവർത്തന രംഗത്ത് രജത ജൂബിലി ആഘോഷിച്ചതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ വീട്ടിലെത്തി ആദരിച്ചത്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,965 രൂപ. സ്വർണം പവന് 1,11,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 255 രൂപ. ചർമ്മം എരുവപ്പെട്ടി പാഴിയൂട്ടുമുറി പനക്കൽ പാപ്പച്ചൻ ഭാര്യ എമിലി നിര്യാതയായി. 66 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസനപ്പള്ളി സെമിത്തേരിയിൽ നടക്കും. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ശക്തമായ ഇടിമിന്നലിൽ വ്യാപക നാശം. ചാവക്കാട് മുൻ നഗരസഭാ കൗൺസിലർ അടക്കം 3 പേർക്ക് പരിക്ക്. മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം ഐനിപ്പുള്ളി വീട്ടിൽ മനോജ്, ഭാര്യ 18ാം വാർഡ് മുൻ കൗൺസിലറായിരുന്ന സ്മൃതി, മകൾ ധുനി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒരു മണിയൂരിൽ റെസ്റ്റോറന്റ് കത്തി നശിച്ചു. കുന്നംകുളം നഗരമധ്യത്തിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം. ബസ്സുകളിലുണ്ടായിരുന്ന 15ഓളം പേർക്ക് പരിക്ക്. തൃശൂർ റോഡിൽ ഇന്ന് പുലർച്ചെ 2:30യോടെയാണ് അപകടം.
എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുണ്ടന്നൂർ തെക്കേക്കര പാടത്ത് ജനവാസ മേഖലയ്ക്ക് നടുവിലുള്ള ഒറ്റമുറി കോൺക്രീറ്റ് കെട്ടിടത്തിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന കരിമരുന്ന് ശേഖരം നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നു. ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. കേരളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകമായ പാട്ടബാക്കി വീണ്ടും അരങ്ങിലെത്തിക്കാൻ യമനങ്ങാട് തിയേറ്റർ വില്ലേജ് പുതിയ അവതരണത്തിന്റെ നാടക രൂപമൊരുക്കുന്നത് മെഗാ സീരിയൽ സ്ക്രിപ്റ്റ് റൈറ്റർ പ്രദീപ് ശിവശങ്കർ. 5ാം അവതരണത്തിനായുള്ള നാടക ക്യാമ്പിന്റെ ഉദ്ഘാടനം നാടക സംവിധായകൻ ശശിധരൻ നടുവിൽ നിർവഹിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.